അതുകൊണ്ട് എല്ലാവരും കൂടെ ബാക്കിൽ വെച്ചുകൊണ്ട് അയ്യോ പറ എന്തോ ഉമ്മ ഞങ്ങളൊരു സ്ഥലത്ത് പോവാണ്. അതിന്റെ വീഡിയോ ഞാൻ ബാക്കിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നേവിയുടെ എയർ ഷോ കാണാനായിട്ടാണ് പോകുന്നത്. ഈ പുത്തമ്പള്ളിയുടെ അടുത്തായിട്ട് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇച്ചിരി നടന്നപ്പോഴത്തേനും വെട്ടുകാട് വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അവിടേക്ക് പോകാനുള്ള വേണാടാണ് കിടന്നത്. അങ്ങനെ ഞങ്ങൾ അതിലോട്ട് കയറിയപ്പോഴും നല്ല സീറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഇത് കണ്ട ഒരു ടൂറ് പോകുന്നവരുണ്ടായിരുന്നു. നമുക്കും അതായിരുന്നു മനസ്സിൽ. ആളില്ല, എന്താ സുഖം, അങ്ങനെയും അങ്ങ് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫോട്ടോ എടുപ്പും വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ കണ്ടാലേ മനസ്സിലാവും. നമ്മൾ അങ്ങനെ ഒരു മൈൻഡിലങ്ങ് പോയതായിരുന്നു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനാണ് മനസ്സിലായത്. ആൾക്കാർ തിരക്ക് കണ്ടപ്പോൾ മനസ്സിലായോ, വിചാരിക്കുന്ന പോലെയല്ല, നല്ല പാടായിരിക്കുന്നു. കാണുന്ന പോലെയല്ല, നല്ല തിരക്കായിരുന്നു. ഇവിടെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്ക്. ബസ്സിൽ സ്ഥലമേ ഇല്ലായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ കരച്ചിൽ തുടങ്ങി. അതിൽ കയറിയപ്പോഴേ നല്ല തിരക്കായിരുന്നു. റോഡാണെങ്കിൽ തിരിച്ചു വിടുമായിരുന്നു. ബസ് വേണാട് മാത്രമേ കയറ്റി വിടുന്നുള്ളായിരുന്നു. അല്ലാത്ത വണ്ടിയൊക്കെ തിരിച്ചു വിടുമായിരുന്നു. അതിൻ്റെ പേരിൽ കുറേ നേരം അവിടെ നിന്ന് പിന്നെയും അങ്ങോട്ട് പോകുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ നിൽക്കുമായിരുന്നു ബസ് കാത്ത്. അവർക്കൊന്നും കയറാൻ പറ്റിയിട്ടില്ല. അത് കാരണം വണ്ടിയെല്ലാം നിർത്തി പോകുമായിരുന്നു. ആൾക്കാരുടെ ക്രൗഡ് കാരണം ചൂടെടുത്തിട്ട് ഇരിക്കാൻ വയ്യായിരുന്നു ബസ്സിൽ. ഒരാൾക്ക് 25 ചാർജ്. ഞങ്ങൾ 4 പേരാണ് പോയത്. അങ്ങനെ കണ്ടോ, ഈ സ്ഥലത്ത് മൊത്തവും തിരക്ക്. വണ്ടി നിർത്തി പോവുമായിരുന്നു. 4:30 ഷോയാണ്. ആ സമയത്ത് ഞങ്ങൾ വണ്ടിക്കകത്തിരിക്കുമായിരുന്നു. അങ്ങനെ അവസാനം സഹിച്ചിട്ട് ഞങ്ങൾ വേലിയിൽ ഇറങ്ങി. കാരണം വണ്ടി പോകത്തില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പിന്നെ നടക്കുമായിരുന്നു. അവിടുന്ന് 3 കിലോമീറ്റർ എന്നൊക്കെ ആൾക്കാർ പറയുന്ന കേട്ട് ഞങ്ങൾ വിചാരിച്ചു 3 കിലോമീറ്റർ നടക്കണമല്ലോ, എന്നാലും കുഴപ്പമില്ല നടക്കാമെന്ന് വിചാരിച്ച് അങ്ങ് നടന്ന് പോയതല്ലേ, ഇത്രയും താണ്ടി പോയതല്ലേ എന്ന് വിചാരിച്ചു. 3 കിലോമീറ്റർ നടക്കുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് മനസ്സിലായത് 3 അല്ല 4 കിലോമീറ്ററോളം നടക്കാനുണ്ടെന്ന്. അങ്ങോട്ടും 4 നടന്ന് ഇങ്ങോട്ടും 4 നടന്ന് ആകെ ഒരു പരുവായി. ഇവരല്ലെങ്കിൽ നമ്മളോട് നേരത്തെ പറയണം. പാസ്സുള്ളവർക്കേ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ നടക്കണം, ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും എന്നൊക്കെ പറയാമായിരുന്നു. ഇവർ പറഞ്ഞത് ഫ്രണ്ടിൽ നിന്ന് ബസ് കിട്ടും, ഫ്രണ്ടിൽ തന്നെ ഇറങ്ങാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടാണ് കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും എല്ലാം വന്നത്. ഞങ്ങളെ ചതിച്ചതാ സീരിയസ് ആയിട്ട്. ഒരു അറ്റം പോലും കാണാൻ പറ്റിയില്ല. ആകെ ഒരാശ്വാസം ബീച്ച് സൈഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല, കടലൊക്കെ കണ്ടിങ്ങനെയൊക്കെ കണ്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഒരു 3/4 ഭാഗം എത്തിയപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു പാതി കണ്ടു തുടങ്ങി. പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്ന് ആകെ വയ്യ, പോകുന്നില്ല, പാതിക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴും വിചാരിച്ചു ഇത്രയും നടന്നതുപോലെ തിരിച്ച് നടക്കണ്ടേ, അപ്പോഴും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെയും നടന്ന്. ജനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു. ഞങ്ങൾക്ക് ദൂരഭാഗത്തു നിന്ന് കുറച്ചൊക്കെ കാണാൻ പറ്റി. പറയുന്ന പോലെ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റിയിട്ടില്ല, കുറച്ചൊക്കെ കാണാൻ പറ്റി. കുറച്ച് ഞങ്ങൾക്ക് രക്ഷകനായിട്ട് ഈ ബോട്ടാണ് എത്തിയത്. കാരണം ഞങ്ങൾക്ക് ആ ബോട്ടിൽ കയറി ഇരുന്നത് എന്തൊരു ആശ്വാസം എന്നറിയാമോ. നടന്ന് അയ്യോ കുറച്ച് നേരം അവനെയും കയറ്റിയിരുത്തി, മോനെയും കയറ്റിയിരുത്തി. അങ്ങനെ കുറച്ചൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് റിലാക്സ് ആയിട്ട് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നടക്കാൻ തുടങ്ങി. റോഡിലിറങ്ങിയപ്പോൾ എൻ്റെ പൊന്നേ, ക്രൗഡ് കാരണം നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. തെള്ളി നടത്തിയും ഈ കാണുന്നവരല്ല കുറച്ചുകൂടെ കഴിയുമ്പം കാല് വെക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. പിന്നെ ബസ്സിൻ്റെ ഇടയ്ക്കൂടെ പോകാമെന്ന് വെച്ചപ്പോൾ അതും പറ്റുന്നില്ലായിരുന്നു. എങ്ങനെയൊക്കെ കുറച്ച് നീങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും വിചാരിച്ച് ഇപ്പോൾ പോകാൻ പറ്റത്തില്ല, ആൾക്കാർ തിരക്ക് കാരണം.
അതിൻ്റെ സൈഡിലോട്ട് വെള്ള വഴി വീണ്ടും ബീച്ച് സൈഡിലോട്ട് പോയിട്ട് ഞങ്ങളെ കയ്യിലിരുന്ന ഷോള് വിരിച്ചിട്ട് കുഞ്ഞിനെയും കിടത്തി അതിന് കുറച്ച് നേരം ഇരുന്ന് കാലൊക്കെ നീട്ടി വെച്ചിട്ട് റിലാക്സ് ആയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും പോകുന്നത്. അപ്പോഴത്തേനും അപ്പോഴും തിരക്കുണ്ട്, എന്നാലും കുഴപ്പമില്ലാതങ്ങ് നടന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പം 10 മണിയായി. ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി ഞങ്ങളെ വീട്ടിലോട്ട് പോകണം. അതിന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. റോഡിലൊന്നും ആൾക്കാരൊന്നും കാണാനേ ഇല്ലായിരുന്നു. പിന്നെ റെയിൽവേ ക്രോസ് അടച്ചിട്ടേക്കുമായിരുന്നു. അങ്ങനെ ട്രെയിനൊക്കെ പോയിട്ട് തുറന്നിട്ട് ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങി. മെയിൻ റോഡിലെത്തിയപ്പോഴത്തേന് തിരക്കൊക്കെ ആയി തുടങ്ങി. ആ സമയത്തിലും വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഉണർന്നിരുന്ന് പിന്നെ അവന് ഉറങ്ങണം കിടക്കണമെന്ന് പറഞ്ഞ് അതിന് ബാക്ക് ഞാൻ സെറ്റാക്കി, ബെഡ് പോലെ ഒന്ന് സെറ്റാക്കി സേഫാക്കി അവനെ കിടത്തി. അങ്ങനെ അവ ഉറങ്ങി. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബായ്.